കഴിഞ്ഞ രണ്ടാഴ്ചകളായി ദലാൽ സ്ട്രീറ്റിൽ രക്തച്ചൊരിച്ചിലാണ്. നിഫ്റ്റി ഏകദേശം 1200 പോയിന്റുകളാണ് താഴേക്ക് പോയത്. പോരാത്തതിന് ട്രംപിന്റെ പുതിയ താരിഫ് നയങ്ങളും ഗ്രീൻലാൻഡ് പ്രശ്നങ്ങളും. മാർക്കറ്റ് വീണ്ടും ഇടിവിലേക്ക് പോകുമോ, അതോ ഇതാണോ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് സമയം? ഇന്ന് നമ്മൾ നോക്കുന്നത് രാജ്യത്തെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ കഴിഞ്ഞ 24 മണിക്കൂറിൽ പറഞ്ഞ കാര്യങ്ങളാണ്. പേടി കൂടാതെ മുന്നോട്ടു പോകാൻ ഈ വാക്കുകൾ നിങ്ങളെ സഹായിക്കും. ആദ്യം മാർക്കറ്റിന്റെ അവസ്ഥയൊന്ന് നോക്കാം. നിഫ്റ്റി ഇപ്പോൾ 25,048.65 ലെവലിലാണ് നിൽക്കുന്നത്. ചാർട്ടുകൾ നോക്കിയാൽ ഓവർ സോൾഡ്, അതായത് വല്ലാതെ വിറ്റഴിക്കപ്പെട്ട അവസ്ഥയിലാണ് വിപണി. ബജാജ് ബ്രോക്കിംഗിന്റെ റിപ്പോർട്ട് പ്രകാരം 25,400-നും 25,500-നും ഇടയിൽ ഒരു ചെറിയ തടസ്സം അഥവാ റെസിസ്റ്റൻസ് ഉണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്താൽ മാത്രമേ വലിയൊരു മുന്നേറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. പ്രമുഖ വെൽത്ത് മാനേജ്മെന്റ് സ്ഥാപനമായ ജൂലിയസ് ബെയറിന്റെ നിതിൻ റഹേജ ഇന്ന് പറഞ്ഞത് വളരെ ആശ്വാസം തരുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. അടുത്ത കുറച്ചു മാസങ്ങളിൽ മാർക്കറ്റ് ഇങ്ങനെ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ കളിച്ചേക്കാം. വലിയ കുതിപ്പൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ഈ വർഷം അവസാനം, അതായത് 2026 അവസാനത്തോടെ വിപണി പുതിയ ഉയരങ്ങൾ തൊടും. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാർക്കറ്റ് ഒരു കറക്ഷനിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വാല്യുവേഷൻസ്, അതായത് ഓഹരികളുടെ വില ആകർഷകമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാങ്കിംഗ്, ഫിനാൻഷ്യൽ ഓഹരികൾ. 2027 സാമ്പത്തിക വർഷത്തേക്ക് വളർച്ച തിരിച്ചുപിടിക്കും എന്നാണ് നിതിൻ റഹേജ പറയുന്നത്. അതുകൊണ്ട് ഷോർട്ട് ടേമിലെ ഈ ചാഞ്ചാട്ടം കണ്ട് പേടിച്ചോടരുത്. മറ്റൊരു പ്രമുഖ വിദഗ്ധനായ ജിയോജിത്തിന്റെ ഡോക്ടർ VK വിജയകുമാറും സമാനമായ കാര്യങ്ങളാണ് പറയുന്നത്. ട്രംപിന്റെ നയങ്ങളും ഗ്രീൻലാൻഡ് വിഷയങ്ങളും കാരണം വരും ദിവസങ്ങളിലും വിപണിയിൽ ചാഞ്ചാട്ടം തുടരും. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. IMF ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 7.3% ഉയർത്തിയിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥ ശക്തമാണ്. അതുകൊണ്ട് അദ്ദേഹം നൽകുന്ന ഉപദേശം ഇതാണ്: വിപണി ഇടിയുമ്പോൾ പേടിക്കാതെ നല്ല ക്വാളിറ്റിയുള്ള ഓഹരികൾ കുറേശ്ശെയായി വാങ്ങിക്കൂട്ടുക, നിബിൾ ചെയ്യുക. ഇന്നത്തെ ബ്രോക്കറേജ് റിപ്പോർട്ടുകളിൽ പഠനാവശ്യത്തിനായി ശ്രദ്ധിക്കാവുന്ന ചില സെക്ടറുകൾ കൺസപ്ഷൻ, എക്സ്പോർട്ട് എന്നിവയാണ്. ഉദാഹരണത്തിന് ബജാജ് ബ്രോക്കിംഗ്, HUL, ഗോകുൽദാസ് എക്സ്പോർട്ട് തുടങ്ങിയ ഓഹരികൾ വാച്ച് ലിസ്റ്റിൽ ഇടാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഇതുപോലെ നുവാമ പോലുള്ള ന്യൂ ഏജ് ഓഹരികളിലും സാധ്യത കാണുന്നു. നിലവിൽ കമ്പനികളുടെ മൂന്നാം പാദഫലങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇയർ ഓൺ ഇയർ അടിസ്ഥാനത്തിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അടിസ്ഥാനത്തിലും മികച്ച പ്രകടനം നടത്തുന്ന കമ്പനികൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ ബിസിനസ് പ്രകടനം വിലയിരുത്താൻ സാധിച്ചാൽ അത്രയും നല്ലത്. ROE, ROCE എന്നിവ താരതമ്യേന ഉയർന്നു നിൽക്കുന്ന കമ്പനികളെയാണ് പരിഗണിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സെക്ടറിന്റെ പ്രകടനം കൂടി വിലയിരുത്തേണ്ടതും കുറഞ്ഞ കടബാധ്യത അടക്കമുള്ള മറ്റ് അടിസ്ഥാന കാര്യങ്ങളും പരിഗണിക്കേണ്ടതും അത്യാവശ്യമാണ്. 2025 സെപ്റ്റംബർ പാദത്തെ അപേക്ഷിച്ച് 2025 ഡിസംബർ പാദത്തിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് വർദ്ധിച്ച കമ്പനികളും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. സാങ്കേതികമായി വിശകലനം നടത്താൻ ഹ്രസ്വകാല നിക്ഷേപം നടത്തുന്നവർ പ്രത്യേകിച്ച് പ്രാധാന്യം നൽകേണ്ടതാണ്. 2026 ഫെബ്രുവരി 1-ാം തീയതി കേന്ദ്ര ബജറ്റ് അവതരണം നടക്കാൻ പോവുകയാണ്. ഈ പ്രധാന ഇവന്റുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് വർദ്ധിക്കാൻ സാധ്യതയുള്ള ഓഹരികൾ കണ്ടെത്താൻ നിലവിൽ ശ്രമം നടത്താവുന്നതാണ്. ചുരുക്കത്തിൽ വിപണിയിൽ ഇപ്പോൾ കാണുന്ന ഈ ഇടിവ് 2025-ലേതുപോലെ നിങ്ങളെ പേടിപ്പിക്കേണ്ട ഒന്നല്ല. ഇതൊരു അവസരമാണ്. ലംസമായി പണമിടാതെ SIP തുടരുക. നല്ല കമ്പനികൾ വീഴുമ്പോൾ മാത്രം പരിഗണിക്കുക. കൂടുതൽ ബിസിനസ് വാർത്തകൾക്കും മാർക്കറ്റ് വിശകലനങ്ങൾക്കും ET മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് സെബി രജിസ്ട്രേഡ് ആയിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുക. നന്ദി.